കർണാടകയിൽ വീണ്ടും വൻ ബാങ്ക് കൊള്ള. 58 കിലോ വരുന്ന കോടികൾ വിലമതിക്കുന്ന സ്വർണം കവർച്ച ചെയ്തു. കർണാടകയിലെ വിജയപുര ജില്ലയിലെ മനാഗുളിയിലെ കാനറ ബാങ്ക് ശാഖയിലാണ് മോഷണം നടന്നത്. മാസാവസാനം ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയ കണക്കെടുപ്പിലാണ് സ്വർണവും രൂപയും നഷ്ടപ്പെട്ടതറിയുന്നത്. സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ചയാണ് മോഷണം നടന്നത്. വിജയപുരയിലെ കാനറ ബാങ്ക് ബ്രാഞ്ചിൽ നിന്ന് 52 കോടി രൂപയുടെ സ്വർണവും 5 ലക്ഷത്തിലധികം രൂപയുമാണ് കൊള്ളയടിച്ചത്. രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ബാങ്ക് കൊള്ളകളിൽ ഒന്നാണ് ഇത്. മെയ് 25-ന് അവധി കഴിഞ്ഞ് തിരിച്ചെത്തിയ ജീവനക്കാരാണ് ഷട്ടറുകൾ മുറിച്ചുമാറ്റിയതായി കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ബാങ്കിന്റെ ഏറ്റവും പിന്നിലെ മുറിയിലുള്ള ലോക്കറുകളിൽ നിന്നാണ് ഇത്ര വലിയ അളവിലുള്ള സ്വർണം മോഷണം പോയത്. മാസാവസാനം ബാങ്ക് ഉദ്യോഗസ്ഥർ നടത്തിയ കണക്കെടുപ്പിൽ മാത്രമാണ് ഇത്രയധികം സ്വർണം മോഷണം പോയതായി അറിയുന്നത് എന്നത് വലിയ ദുരൂഹതയാണ്. സ്വർണം കാണാതായതോടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെന്നും മെയ് 23 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ CCTV ഓഫായിരുന്നുവെന്ന് കണ്ടെത്തിയെന്നും ഉദ്യോഗസ്ഥർ പോലീസിന് മൊഴി നൽകി. നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ മോഷ്ടാക്കൾ കൊണ്ടുപോയി. മോഷണം നടത്തിയത് ആരാണെന്നോ എങ്ങനെയാണ് ഇത്രയധികം സ്വർണം കടത്തിയതെന്നോ ഉള്ള ഒരു സൂചനയും പോലീസിനില്ല. സ്ഥലത്തെ സെക്യൂരിറ്റി അടക്കം ഈ വിവരം അറിഞ്ഞില്ലേ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മോഷണം വൈകി റിപ്പോർട്ട് ചെയ്തതും പോലീസിന് തലവേദനയാവുകയാണ്. സംഭവത്തിൽ 3 പേരടങ്ങുന്ന 8 സംഘങ്ങൾ അന്വേഷണം നടത്തുമെന്നും 8 പേരോളം മോഷണ സംഘത്തിലുണ്ടെന്നാണ് സൂചനയെന്നും വിജയപുര SP വ്യക്തമാക്കുന്നു. ബാങ്ക് കൊള്ളകളുടെ ഒരു പരമ്പരയാണ് 6 മാസത്തിനിടെ കർണാടകയിൽ നടന്നത്. അതിലേറ്റവും ഒടുവിലത്തേതാണ് വിജയപുരയിലെ കാനറ ബാങ്കിന്റെ മണഗുളി ബ്രാഞ്ചിലുണ്ടായത്. ന്യൂസ് ഡെസ്ക് അമൃത TV.